മഞ്ജരി ചേച്ചി. യെസ് പാറു, വെൽക്കം. വെൽക്കം സർ. നമസ്കാരം പാറു. എം ജി സർ. സ്വാമി ശർമ്മ. ഇന്ന് മകരവിളക്കാണ്. ഞാനൊക്കെ എപ്പോഴും ടി വിയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. സാർ എപ്പോഴെങ്കിലും നേരിട്ട് ആ മകരവിളക്ക് അല്ലെങ്കിൽ മകരജ്യോതി നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ സാർ? പിന്നെ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാനൊരു 10-20 മല ചവിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ ചെറുപ്പത്തിലാണ്. അപ്പൊ അന്ന് ഒരു എന്താണ് പറയുന്നത്, അയ്യപ്പന്റെ ആ ദിനങ്ങൾ വരുമല്ലോ, വൃശ്ചികം. അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ മാലയിടുക, അതൊരു എന്താണ് ഒരു സുഖം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നിർവൃതിയാണിത്. അപ്പൊ അങ്ങനെ ഞങ്ങള് കുറെ കൂട്ടുകാരുണ്ടായിരുന്നു, അവരെല്ലാരും കൂടെ മാലയിട്ട് ശരിക്കും 41 ദിവസം ഇടും, വ്രതം ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അത് കുറഞ്ഞു 21 പിന്നെയൊക്കെ 10 ദിവസം, പിന്നെ 7 ആയി, പിന്നെ 1 പിന്നെ ഞാൻ നിർത്തി. കാരണം വേറൊന്നുമല്ല, അങ്ങനെ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് പിന്നെ നിർത്തിയിട്ട് പിന്നെ എനിക്ക് ഏറ്റവും വലിയ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദ മോസ്റ്റ് പ്രഷ്യസ് അവാർഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഹരിവരാസനം അവാർഡ്, അതെനിക്ക് കിട്ടി. അന്ന് ഞാൻ പോയി, അങ്ങനെയാണ് പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞാൻ പോയപ്പോഴേ എനിക്ക് ഭയങ്കര ശരിക്കും അയ്യപ്പനെ നന്നായിട്ട് തൊഴാൻ പറ്റിയ അന്നാ കേട്ടോ. കാരണം ഗസ്റ്റായിട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു VIP ദർശനം കിട്ടും. മറ്റേത് നമ്മൾ നിൽക്കുന്നതിനിടയിൽ ഒരു തള്ള അങ്ങ് പോവും, അത്രയ്ക്ക് റഷല്ലേ. അന്ന് കരഞ്ഞുപോയി സത്യം. എന്താണ് വൈകുന്നേരമുള്ള ദീപാരാധനയായിരുന്നു. വൈകുന്നേരമുള്ള ദീപാരാധന കണ്ടിട്ട് ആ തങ്കവിഗ്രഹം ശരിക്കും ഒരു പ്രഭ തന്നെയാണ്. അയ്യോ, ഇപ്പൊ പറയുമ്പോഴും എനിക്ക് കയ്യിൽ ഇങ്ങനെ കോരിത്തിരിക്കുകയാണ്. അത് കണ്ടിട്ട് ഞാൻ കരഞ്ഞുപോയി. സ്വാമി അയ്യപ്പ രക്ഷിക്കണേന്ന് പറഞ്ഞുപോയി. കാരണം അത്രയ്ക്ക് പ്രഭയാണ്. പിന്നെ മറ്റൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് 4ാമത്തെ അവാർഡ് വരെ പമ്പയിൽ വെച്ചാൽ കൊടുത്തോണ്ടിരുന്നത്. എനിക്ക് 5ാമത്തെ അവാർഡാണ് കിട്ടിയത്. അതിനുശേഷം ഇപ്പൊ ഒരുപാട് പേർക്ക് കിട്ടി. അത് ശരിക്കും സന്നിധാനത്ത് വെച്ചായിരുന്നു. സന്നിധാനത്ത് വെച്ചായിരുന്നു. ഞാൻ തലേദിവസം പോയപ്പോഴാണ് എനിക്ക് തൊഴാൻ സാധിച്ചത്. അപ്പോഴെനിക്ക് മനസ്സിലായി അവിടെ വരുന്നവർ മലയാളികൾ മാത്രമല്ല, തമിഴ് ഒരുപാട്, തമിഴിയൻസ് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ കന്നഡ, തെലുങ്ക്, ഹിന്ദി എല്ലാം വരുന്നുണ്ട്. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, അവിടെ തന്നെ താമസിച്ച്. പക്ഷെ രാത്രിയും പകല് പോലെ തന്നെയാണ്. ഞാൻ തമിഴ് പഠിച്ചു, തെലുങ്ക് ഒരു പാട്ടെടുത്തു, കന്നഡ ഒരു പാട്ടെടുത്തു, മലയാളം എടുത്തു. അങ്ങനെ 4 പാട്ട് ഞാൻ അന്ന് പാടിയോളൂ. അതൊരു മറക്കാനേ പറ്റില്ല. ഇപ്പോഴും കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ് ആ നിമിഷങ്ങളെല്ലാം. അതുകൊണ്ട് പിന്നെ ഇത്തവണ ഞാൻ ഇറക്കിയ വേദപമ്പ എല്ലാ വർഷവും ഇറക്കാറുണ്ട്. അതും സൂപ്പർ ഹിറ്റായി. ഏകദേശം 5 ലക്ഷം വ്യൂവേഴ്സ് കഴിഞ്ഞു. കാരണം ആ ഒരു അയ്യപ്പൻ്റെ ഒരു കടാക്ഷമുണ്ട്. അപ്പൊ ഇന്ന് മകരവിളക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. സ്വാമിയെ ശരണം അയ്യപ്പ. ശരത് സാർ, സാറ് മകരജ്യോതി കണ്ടിട്ടുണ്ടോ? ഇല്ല പാറു, ആ ഒരു സമയത്ത് പോകാൻ പറ്റിയിട്ടില്ല. അതാണ് സത്യസന്ധമായിട്ടുള്ള ഉത്തരം. അതിന് ഇനി പാറുവിന് പോകണമെങ്കിൽ 10-30 വർഷം ആവും. അത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ 7 തവണ പോയിട്ടുണ്ട്. ഇപ്പൊ അണ്ണനെ പോലെ 20 ആയിട്ടില്ല. 7 തവണ പോയി. 20 ഞാൻ കൂടുതൽ പോയി, അതിന് കൂടുതൽ കണക്കില്ല. പക്ഷെ ചെറുപ്പത്തിൽ നമുക്ക് ഈ മകരജ്യോതി കാണാനൊക്കെ പറ്റും. ഇപ്പോഴൊന്നും പോയ എൻ്റെ അമ്മ ഒന്നും പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ 7 തവണ പറ്റില്ല, 6 തവണയും സ്വാമി സന്നിധിയിൽ പാടാൻ പറ്റി. അയ്യപ്പനെ നേരിട്ട് ഈ പോലീസ് അകമ്പടിയോടെ അകത്ത് ഈ പാടിയത് കൊണ്ട് അകത്ത് നിന്ന് തൊഴാൻ പറ്റും. അതൊരു അനുഭൂതിയാണ്. അത് നമുക്ക് പലതും നമ്മൾ പ്ലാൻ ചെയ്യാം. അയ്യപ്പൻ്റെ അടുത്ത് ഇത് ചോദിക്കണത് ഒരു വക നമ്മുടെ തലയെ വരത്തില്ല. ആ ഒരു ചൈതന്യത്തിൽ നമ്മളിങ്ങനെ അങ്ങ് അതിനകത്ത് പെട്ടുപോകും. ശരണംവിളി പിന്നെ ഇവരുടെ എല്ലാം ശരണവിളിയല്ലേ. അതെന്താണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമുക്കതൊരു ആ ഒരു ദൈവവിശ്വാസം ഉള്ളത് കൊണ്ടാണ് പ്രധാനമായിട്ടും. അപ്പം അങ്ങനെ അയ്യപ്പ സന്നിധിയിൽ പോയതെല്ലാം എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഡെഫിനറ്റായിട്ട് പാറും കുറച്ചൊക്കെ ഏജ് ആയിട്ട് അയ്യപ്പനെ കാണാൻ പോവുക. അതെ, എന്തായാലും പോവും. ചെറുതിലെയാണ് പോയത്, പിന്നെ പോവാൻ പറ്റില്ലല്ലോ. അത് കുഴപ്പമില്ല. ചേച്ചി, നമുക്കൊന്നും അയ്യപ്പനെ നേരിട്ട് കാണാൻ പറ്റും. ഞാൻ നേരിട്ട് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അമ്പലത്തിൽ എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് പോയിരുന്നു. ഒരുപാട് വർഷം മുന്നേ ഒരു പ്രാവശ്യം പോയി, അച്ഛൻ്റെ കൂടെ പോയി. അപ്പം ഒരു നല്ലൊരു അനുഭൂതിയായിരുന്നു. അമ്പലത്തിൽ പോയി ദർശനം കിട്ടുക എന്ന് പറയുന്നത്, നമ്മള് ഒരു എന്താ പറയാ, ഒരു മലയൊക്കെ ചവിട്ടി കയറി, അന്ന് നല്ല മഴയും പെരും മഴയും, ആ മഴയൊക്കെ കൊണ്ട് അവിടെ എത്തി കഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു കഷ്ടപ്പാട് നമ്മൾ അനുഭവിക്കുകയാണ് ശരിക്കും. നടന്ന് കയറി ചെന്ന്, അല്ലെങ്കിൽ അവിടെ അവസാനം സന്നിധിയിലെത്തി ഭഗവാനെ കണ്ട്
തൊഴുമ്പം കണ്ണിന്ന് കണ്ണുനീര് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഏത് പ്രായത്തിലായാലും. ഇപ്പം എൻ്റെ മനസ്സിൽ അയ്യപ്പസ്വാമിയോടുള്ള ഭക്തി ഒരുപാടുണ്ട്. പാട്ടുകളായാലും നമ്മൾക്കിപ്പം ഭക്തി എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് പ്രാർത്ഥിക്കാമെന്നുള്ളതാണ്. അപ്പം മനസ്സിൽ ആ സങ്കല്പം മനസ്സിലുണ്ട്. അപ്പം ഇരുന്ന് പാടും. പിന്നെ എനിക്ക് വേണ്ടി എൻ്റെ അച്ഛൻ, ഇപ്പം അമ്മയും ഏകദേശം ആ പ്രായമായല്ലോ. അപ്പം എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും മലയ്ക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ഐശ്വര്യം, ആ ഒരു അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന് അങ്ങനെയെങ്കിലും കിട്ടുന്നു. അതുകൊണ്ട് എല്ലാ അമൃത ടി വിയുടെ പ്രേക്ഷകർക്കും ഈ ഒരു അവസരത്തിൽ മകരവിളക്കിൻ്റെ ആശംസകൾ ഞാൻ നേരാണ്. ഈ ഒരു നല്ല ദിവസത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. സ്വാമി ശരണം. MG സാർ, ഒരുപാട് അയ്യപ്പ ഭക്തിഗാനങ്ങൾ സാറ് പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ശബരിമല ആ ഒരു സീസൺ ആവുന്ന ആ ഒരു ടൈമിലെ എല്ലാവരുടെയും റിംഗ് ടോൺ വരെ ഉള്ള ഒരു പാട്ടാണ് സാമവേദം നാവിലുണർത്തിയ സ്വാമി എന്ന് പറയുന്നത്. നാഷണൽ ആന്തമായിട്ട് മാറും. അതെ, ആ നാഷണൽ ആന്തം നമുക്ക് ഈ മകരവിളക്കിന് നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ സീനിയറിന്റെ വേദിയിൽ ഒന്ന് കേൾക്കണം സാർ. ശരി. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യസത്യദയാനിധിയേ, ഇനി കൽപ്പാന്തമിഴീതൽ തുറന്നീടണേ. ഇരുമുടി നിറയുമേ ദുരിതം ഒഴിയണേ. ഇഹപരശാന്തിതൻ അമൃതം അരുളണേ. മനസാലും പുലിമേലെ വാഴണേ. ജന്മശനി നീക്കി ശരിയിടേണമേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കേടാ. ഇന്ന് ഈ മകരവിളക്ക് ദിനത്തിൽ സൂപ്പർ സ്റ്റാറിന്റെ വേദി ധന്യമാക്കാൻ ഒരു വിശിഷ്ട വ്യക്തി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാമി അയ്യപ്പൻ ജനിച്ചു വളർന്ന പന്തളം കൊട്ടാരത്തിലെ രാജപ്രതിനിധിയായിരുന്ന തൃക്കേട്ടനാൾ രാജരാജവർമ്മ. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അതിലുപരി ഒരു കലാസ്വാദകനും കൂടെയാണ്. അദ്ദേഹത്തെ ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാമി ശരണം. സർ, 2025 രാജപ്രതിനിധിയാണ് സാറ്. അപ്പൊ എനിക്കൊരു ചോദ്യമുള്ളത്, എന്താണ് സാർ ഈ രാജപ്രതിനിധി എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പൊസിഷനിൽ ഇരിക്കുമ്പോൾ സാറിന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? ശരിക്ക് ഈ രാജപ്രതിനിധിയെ നിശ്ചയിക്കുന്നത് പന്തളം കൊട്ടാരത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. പന്തളത്ത് ഏറ്റവും പ്രായം കൂടിയ വലിയ തമ്പുരാൻ, അദ്ദേഹത്തിന് 92 വയസ്സുണ്ട് ഇപ്പം. അപ്പം അദ്ദേഹം ആണ് നിശ്ചയിക്കുന്നത് ആരാണ് രാജപ്രതിനിധിയായിട്ട് ശബരിമലയിലേക്ക് ഈ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. കാരണം കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഏറ്റവും അപ്ലൈ ചെയ്യണം. ഇപ്പം ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ അങ്ങനെ എഴുതി കൊടുത്തത് ഞാനായിരുന്നു. പക്ഷേ 2 വർഷം അടുപ്പിച്ച് ആ കൃത്യ ദിവസമാകുമ്പം അല്ല എൻ്റെ 2 ദിവസം മുമ്പ് കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ മരിക്കും. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റാതെ വന്നു. പക്ഷേ 3ാമത്തെ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റി. 2025 രാജപ്രതിനിധിയായിട്ട് പോകാൻ പറ്റി. അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ശരിക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹത്തോടുകൂടി ആ പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ച് അടുത്ത ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തുന്നത് വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമായ വെയിലായിരുന്നു, ചൂടുണ്ടായിരുന്നു. ഈ 1 മണിക്കാണ് തിരുവാഭരണം പുറപ്പെടുന്നത്. അതിഭയങ്കര ചൂടായിരുന്നു. പക്ഷേ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് കാർമേഘം വന്ന് ആ വെയിലെല്ലാം മറിച്ച്
ആറന്മുള ക്ഷേത്രത്തിലെത്തുന്നവരെ നല്ല ഒട്ടും ചൂടില്ലാത്തൊരു അനുഭവം ഒക്കെ ഭഗവാന്റെ ഒരു കടാക്ഷമായിട്ട് ഞാൻ കാണുക. കാരണം ഭഗവാൻ എന്നെ 2 പ്രാവശ്യം പോകാൻ പറ്റാതെ വന്നപ്പം ഈ 2025 എന്നെ ഭഗവാൻ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയ ഒരു അനുഭവം ഉണ്ടായത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പന്തളം കൊട്ടാരത്തിലെ രാജപ്രതിനിധി ശബരിമലയിലെത്തിയ ശേഷം അവിടെയുള്ള എല്ലാ പൂജാതി കർമ്മങ്ങളിലും അവിടുത്തെ ചടങ്ങുകളിലെല്ലാം പന്തളത്ത് കൊട്ടാരത്തിലെ രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. അതിനെല്ലാം നമ്മൾ ആ പൂജാ സമയങ്ങളിലെല്ലാം അവിടെ എത്തണം. അതാണൊരു ചുമതല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഗുരുതിയുണ്ട്. ആ ഗുരുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് 20-ാം തീയതി നട അടച്ച് പോരുന്നത്. ഇപ്പോൾ ശബരിമല തിരക്ക് വർദ്ധിച്ചിട്ട് അവിടെ ഒരു ജനപ്രളയമായി മാറുകയാണ് ഓരോ ദിവസം കഴിയും തോറും, അല്ലേ? അതെ അതെ അതെ. അത് സത്യം പറഞ്ഞാൽ അയ്യപ്പൻ്റെ വിശ്വാസികൾ കൂടുന്നു. അതുപോലെ തന്നെ അയ്യപ്പൻ്റെ അനുഗ്രഹം കോരിവാരി ചൊരിയാണ്. കാരണം പ്രപഞ്ചത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ആ കോരിവാരി ചൊരിയുമ്പോഴത്തേക്ക് നമ്മുടെ ഭക്തന്മാർ ഒരു നോക്ക് കാണാനായിട്ട് അവിടെ എത്ര കോടാനുകോടി ജനങ്ങളാണ് ഈ വർഷം പോയതെന്ന് നമുക്ക് ഗവൺമെൻറ്റിന് പോലും അറിഞ്ഞൂടും. അത്രയ്ക്ക് ഒരു സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ അതെ. ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഒരു ദൈവമാണ് അയ്യപ്പൻ. അതെ. അപ്പോൾ അതൊരു അനവധി രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട്. അപ്പം ഏത് രാജ്യത്ത് ചെന്നാലും ഇപ്പം കേരളത്തിലെ 2-3 ക്ഷേത്രങ്ങൾ, ഇപ്പം ഗുരുവായൂർ, ശബരിമല, ഇതൊക്കെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളായിട്ട്. ശബരിമല എന്ന് പറയുമ്പം ആർക്കും പോകാമല്ലോ, ആർക്കും പോകാം. അതാണ് അതിന്റെ തത്വം. ഞാനാണ് നീയാണ് ഞാൻ. അതുകൊണ്ട് അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ പോവാം. അപ്പൊ അങ്ങനെ ഉള്ളൊരു ശക്തിയാണ്. അപ്പൊ പന്തളത്ത് അമ്പലത്തിൽ എങ്ങനെയാണ്? ആരാണ് പന്തളത്ത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പന്തളത്ത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ല. അവിടെ തേവാരമാണ്, കൊട്ടാരത്തിന്റെ തേവാരമായിരുന്നു. അത് ദേവസ്വം ബോർഡിലേക്ക് കൊടുത്തപ്പോൾ അത് അമ്പലമാക്കി. അങ്ങനെ ഈ തിരുവാഭരണം എന്ന് പറയുന്നത് എല്ലാ വർഷവും കൂടി വരുമോ അതോ ഇല്ലില്ല. അത് തിരുവാഭരണം എല്ലാ പ്രാവശ്യം കൊണ്ടുവന്ന സെയിം ഇതാണ്. അതെ അതെ. അല്ലാതെ അതിനകത്ത് അഡീഷൻസ് ഒന്നുമില്ല. ആ ഒറ്റ തിരുവാഭരണമാണ് എത്രയോ കോടാനുകൂടി വർഷങ്ങളായിട്ട്, അങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് ആ ഒരേ ആഭരണമാണ് അണിയിക്കുന്നത്. അപ്പൊ ഈ കൂടെ പോകുമ്പോഴത്തേക്ക് ഇത് എത്ര കിലോമീറ്റർ ആണ് നടക്കുന്നത്? 92 കിലോമീറ്റർ നടന്നാ പോകുന്നത്. 92 കിലോമീറ്റർ. അപ്പൊ ഇത് ഇടയ്ക്ക് എവിടെയെങ്കിലും വെക്കുവോ? ആദ്യത്തെ ദിവസം നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന അമ്പലത്തിൽ നിന്ന് അടുത്ത ദിവസം വെളുപ്പിന്, അതായത് 12 മണി വരെ അവിടെ ഭക്തർക്ക് ഭസ്മമൊക്കെ കൊടുത്തോണ്ടിരിക്കും. അത് കഴിഞ്ഞ് 2 മണി അത് കഴിഞ്ഞ് കടന്നോളാൻ പറയും. 12 മണിക്കൊന്ന് കടന്നു കഴിഞ്ഞാൽ 2 മണിക്ക് വീണ്ടും എണീക്കും. പല്ലക്കുകാരുടെ ഒപ്പം തന്നെ നമ്മളും പോവും. അങ്ങനെ 2 ദിവസം കൊണ്ട് നമ്മൾ പമ്പയിൽ എത്താറാവുമ്പം പല്ലക്കുകാര് ഞങ്ങളും പമ്പയിലുള്ള രാജമണ്ഡപത്തിലേക്ക് പോകും. മറ്റേ തിരുവാഭരണം നേരെ ശബരിമല സന്നിധാനത്തിലേക്കും പോകും. അങ്ങനെയാണ്. ഇത്രയൊക്കെ ആണെങ്കിൽ ക്ഷീണം അറിയില്ല. അതാണ് ഈ 70 വയസ്സായി എനിക്ക്. പക്ഷെ 92 കിലോമീറ്റർ നടന്നിട്ട് ഒരു വളരെ ഭഗവാൻ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയത് കാരണം എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. സുഖമായിട്ട് പോയി തൊഴാൻ പറ്റി. ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു ശരത്തും ഞാനുമായിട്ട്. കാരണം ഈ ശരണം വിളി ഉണ്ടല്ലോ, കോടാനുകൂടി ജനങ്ങളുടെ ശരണം വിളി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ആ ഓങ്കാര ധ്വനി അങ്ങോട്ട് മുഴങ്ങുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല. രാത്രി 2 മണിക്ക് ഇങ്ങനെ പോകുമ്പോൾ മുമ്പിലുള്ള ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഒരു പാട്ടുകൾ, MG ശ്രീകുമാറിന്റെ ഒക്കെ പാട്ട് തന്നെയാണ് ബാക്കി ആൾക്കാരുടെ ദാസേട്ടൻ്റെ ഒക്കെ പാട്ടാണ് കേൾക്കുന്നത്. അതിങ്ങനെ കേട്ടുകൊണ്ടാണ് ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നത്. ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ സ്വീകരണങ്ങളും ഇതൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് പമ്പയിൽ ചെന്നിട്ട് 2-ാം ദിവസമാണ് നമ്മൾ മകരജ്യോതിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പം നമ്മൾ പന്തലിൻ്റെ അവിടെയൊക്കെ പന്തൽ വരെ നടന്ന് ചെന്ന് കഴിയുമ്പം ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ വന്നിട്ട് അവർ സ്വർണ്ണ ചുരിക ഏൽപ്പിച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച്
മാലയിട്ട് നമ്മളെ നടയിലേക്ക് കൊണ്ടുപോകും. ഐ മീൻ 18-ാം പടിയിലേക്ക് കൊണ്ടുപോകും. 18-ാം പടിയിലെത്തുമ്പം മേശാന്തിയും കീശാന്തിയും ഒക്കെ താഴെ ഇറങ്ങി വന്ന് കാല് കഴിച്ച് മാല ഇടിച്ച് നാളികേരം ഉടയ്ക്കാനുള്ളത് തന്ന് നാളികേരം ഉടച്ച ശേഷം ഞങ്ങൾ മുകളിലേക്ക് കയറി പോകും. അവിടെ ചെന്നാൽ രാജപ്രതിനിധിയായിട്ട് പോകുന്ന ആള് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിന്നേ തൊഴുകാൻ പാടുള്ളൂ. ബാക്കി കുടുംബത്തിലുള്ള ആൾക്കാർക്ക് നേരെ നിന്ന് തൊഴുകാം. അപ്പം അച്ഛൻ്റെ സ്ഥാനം എന്നുള്ളൊരു സങ്കല്പമാണ്. അപ്പൊ അവിടെ എത്ര മണിക്കൂർ വേണേലും നമുക്ക് നിന്ന് തൊഴുകാം. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഈ ആൾക്കാരെ ഇങ്ങനെ തള്ളി ഇങ്ങനെ മാറ്റി കഴിയുമ്പോഴേ അവരെത്രയോ ദൂരത്തു നിന്ന് വരുന്ന ആൾക്കാരാ, അവർക്കൊന്ന് തൊഴുകാനുള്ള ഒരു അവസരം കൊടുക്കണം എന്ന് ഒരു ആഗ്രഹം തോന്നും നമുക്ക്. ഇതൊക്കെ ജന്മപുണ്യമാണ് അല്ലേ, ഭഗവാന്റെ ജനിക്കാൻ. അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, പന്തളം കൊട്ടാരത്തിൽ ജനിച്ചുകൊണ്ട് മാത്രം കിട്ടിയൊരു സൗഭാഗ്യം പറയുമ്പോൾ തന്നെ എന്താ പോലെ. അതുപോലെ എനിക്കുള്ള ഒരു അതും ഒരു അത്ഭുതമല്ലേ, ഈ തിരുവാഭരണം കൊണ്ടുപോകുമ്പോൾ ഒരു കൃഷ്ണപ്പരുന്ത് പറക്കും. അതെ 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 വളരെ പന്തളത്തു നിന്ന് തിരുവാഭരണം ഘോഷയാത്രയായിട്ട് കൊണ്ടുപോകുമ്പം ആ കൃത്യസമയത്ത് കൃഷ്ണപ്പരുന്ത് മുകളിൽ പറക്കും. അതുപോലെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു സ്ഥലത്ത്, കാട്ടിലൊരു സ്ഥലത്ത് ഈ തിരുവാഭരണം ഒരു 2 മിനിറ്റ് ഇറക്കി വെക്കും. ആ സമയത്ത് കൃത്യം ആ കാട്ടിൻ്റെ മുകളിൽ അവിടെ പറക്കും. അപ്പം അത്ഭുതം തോന്നും, കാരണം ഇത് അവിടുന്ന് പുറന്ന ഇതാണോ കൂടെ വരികയാണ്. അതൊരു അത്ഭുതമാണ്, ഭഗവാന്റെ ഒരു ക്ഷേത്രപാലകനല്ലേ. അതെ, അത് ആ കൃഷ്ണപരന്ത് അങ്ങ് വരെ, ആ ശബരിമല വരെ ആ കൃഷ്ണപരന്തൊപ്പം ഉണ്ടാവും. പിന്നെ ഇതിൽ ഏറ്റവും ഇത് 20-ാം തീയതി നടയെല്ലാം അടച്ച് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ആ ലാസ്റ്റ് ഡേയിൽ ഈ രാജപ്രതിനിധിക്ക് മാത്രമാണ് അവിടെ ദർശനം. അതൊരു ആ സമയത്ത് ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ ആ ഭഗവാനും പന്തളത്ത് രാജാവും പിന്നെ മേശാന്തിയും 2 സഹായികളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ മേശാന്തിയും 2 സഹായികളും ആ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ വാതിൽ മറഞ്ഞു നിൽക്കും. രാജപ്രതിനിധി മുമ്പിൽ നിന്നിട്ട്, മുമ്പിൽ നിന്നല്ല സൈഡിൽ ഇങ്ങനെ ചെരിഞ്ഞ് നിന്ന് ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിക്കും. ആ സമയത്ത് ആ തന്ത്രി അടക്കം ഒരു മനുഷ്യരും അതിൻ്റെ ഉള്ളിലുണ്ടാവില്ല, ഒരു മനുഷ്യരും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതൊരു അല്ല, ആ സമയത്ത് നമ്മൾ ഭഗവാനോട് എന്ത് പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ ബ്ലാങ്ക് ആയി പോകും. അപ്പോൾ അകത്ത് നിന്ന് അവർ വിളിച്ച് ചോദിക്കും, ഹരിവരാസനം ചൊല്ലട്ടെ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിയുണരുന്നത്. ഭഗവാനെ, ഇത് ഞാൻ അത് ബ്ലാങ്ക് ആയി പോകും. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിച്ചായിരിക്കും അവിടെ ചെല്ലുന്നത്, പക്ഷേ അവിടെ ആ സമയത്ത് ബ്ലാങ്ക് ആയി പോകും. പക്ഷെ നമ്മൾ ആദ്യത്തെ ദിവസം തൊട്ട് എല്ലാ ദിവസവും 3 നേരവും നമ്മൾ പൂജ തൊഴുകാറാകുമ്പം വിളിക്കും. ദിവസം പൊടിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് വിളിക്കും. അപ്പോൾ 3 നേരം പോയി തൊഴുകും. ആ 3 നേരം തൊഴുകുമ്പോഴും അതിൽ പറഞ്ഞ ആൾക്കാർ ഒത്തിരി പേര് ഓരോ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ചെന്നിട്ട് ഭഗവാനോട് പറയും. അവർ തന്ന ദക്ഷിണയൊക്കെ അവിടെ ഇടും. അങ്ങനൊരു മഹാഭാഗ്യം ഈ 2025 എനിക്ക് കിട്ടി. അതൊക്കെ ഈശ്വരന്റെ അനുഗ്രഹം. അങ്ങേ കാണാൻ കഴിഞ്ഞത് തന്നെ ഞങ്ങളുടെ വലിയ ഭാഗ്യം. അല്ല ശരത് സാർ, സാർ ഒരു കലാകാരൻ കൂടിയാണ്. എഴുതും സാറ് നന്നായിട്ട്. സാർ ആ പാടണമല്ലോ. എന്റെ ലളിതഗാനത്തിന് MG രാധാകൃഷ്ണനാണ് ആദ്യമായിട്ട്. ഞാൻ ആദ്യമായിട്ട് കച്ചേരി കേട്ടതും MG രാധാകൃഷ്ണൻ. എൻ്റെ 10ാമത്തെ വയസ്സിൽ അവിടെയുള്ള ഒരു ശിവക്ഷേത്രത്തിൽ വെച്ചിട്ട് MG രാധാകൃഷ്ണന്റെ പന്തളത്ത് തന്നെ. അത് അന്നാണ് ഞാൻ ആദ്യമായിട്ട് കേട്ട കച്ചേരി എന്ന് പറയുന്നത്. അതിനുശേഷം 400-ലധികം കച്ചേരി ഞാൻ കേട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് പല ആൾക്കാരുടെ. MD രാമനാഥൻ, എല്ലാ ആൾക്കാരുടെയും നേരിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ തൃപ്പൂണിത്തുറ കുറച്ച് 10-15 കൊല്ലം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലെല്ലാം വൈകുന്നേരം 5:30 തൊട്ട് രാത്രി 12 മണിക്ക് അവസാനിക്കുന്ന വരെയുള്ള കച്ചേരിയുണ്ട്. അപ്പോൾ ഈ കച്ചേരി 5:30-ക്കുള്ള കച്ചേരിക്ക് ഇരുന്നാൽ ഇടയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ പോകും. 12-ന്റെ കച്ചേരി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുള്ളൂ. അപ്പം അത്ര കച്ചേരി എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഭയങ്കര ക്രൈസാണ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പാട്ട് പഠിച്ചിട്ടില്ല. 2 വർഷം പഠിക്കാൻ പോയി. പക്ഷേ എനിക്ക് ജോലി സംബന്ധമായിട്ട് ദൂരേക്ക് പോകേണ്ടി വന്ന കാരണം അത് തുടരാൻ പറ്റില്ല. എൻ്റെ അമ്മ ഒരു 10 വർഷം പാട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് കിട്ടിയതാവാം. ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ജീവനാണ്, പാട്ട് പാടുന്നവരും.
എന്തായാലും സർ ഒരുപാട് സന്തോഷം ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഈ ഒരു പുണ്യ ദിവസം നമ്മളുടെ ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ വന്നതിൽ, അത് നമ്മുടെ അയ്യപ്പന്റെ കുടുംബത്തിൽ നിന്ന് ഒരാള് നമ്മളുടെ ഈ ഒരു വേദിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. സാറിനൊരു സ്നേഹ ആദരവുണ്ട്, അതിനായി ഞാൻ ജഡ്ജസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോ ഈ പുണ്യ ദിവസം നമുക്ക് ആദ്യമായിട്ട് സോൾഫുൾ ക്ലാസിക്സ് റൗണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതെ, ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ഗൗരി. ഗുഡ് ഗൗരി ചേച്ചി. വലിയൊരു പാട്ടല്ലേ? അതെ. എങ്ങനെ ഉണ്ടായടാ പ്രാക്ടീസ് ചെയ്ത പോലെ പാടാൻ പറ്റിയോ? ഇല്ല ഇല്ല. ഇല്ല, എന്ത് പറ്റിയെന്നറിയില്ല, പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിച്ചു. പക്ഷേ ശരത് സാർ പൊളിയാണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ആ ഓ ശരത് പൊളി. ശരത് പൊളി. എനിക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. സർ ഞാനും എന്റെ പാർട്ടിയും രാജിവെക്കുകയാണ്. സർ പ്ലീസ് സർ, ഞങ്ങൾ എല്ലാരും അത് പറയുന്നു, ശരത് സാർ പൊളിയാണെന്ന് ഇങ്ങനെ പറയായിരുന്നു എന്ന്. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. എം ജി സർ. നമ്മുടെ ഗൗരി തന്നെ പറഞ്ഞു, കാരണം ഉദ്ദേശിച്ച പോലെ പറ്റിയില്ല അല്ലേ അണ്ണാച്ചി? അതെ തീർച്ചയായിട്ടും. നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു എന്ത് പറ്റി. അപ്പൊ കയറുന്നതിന് മുമ്പേ എൻ്റെ അടുത്ത് ശരത്ത് പറഞ്ഞു, നല്ല പാട്ടുകാരിയാ, നന്നായിട്ട് പാടും. അപ്പം ഞാനിങ്ങനെ ഇപ്പം നോക്കിയപ്പം ശരപ്പുളിമാല ചേർത്ത്, അത് നല്ലൊരു പാട്ടും. പക്ഷെ മോക്ക് കൈവിട്ടുപോയി, അതാണ് സത്യം. എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശ്വാസം കിട്ടാതെ വന്നൊരു സ്ഥലമുണ്ട്. മോക്ക് ആദ്യത്തെ ഹമ്മിങ് കുറച്ച് പ്രശ്നമായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ലാതെ പാട്ട് പാടി വന്നപ്പോൾ നന്നായിരുന്നു. വൈശാഖം പോലെ അനുപലമില്ല. പിന്നെ ശരപ്പുളിമാലയ്ക്ക് ശ്വാസമില്ല, ആ പോലെയുടെ സംഗതിയും പോയി. ആ പോലെ എന്നെ അങ്ങ് പോയി. പിന്നെ അതുപോലെ അങ്ങ് അവസാനം വരെ കൈവിട്ടുപോയി. അതാണ് പറ്റിയ പ്രശ്നം. കാരണം ശ്രുതി ചേരുന്നില്ല. പിന്നെ ഈ സ്വരം പാടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അകാരം പാടുമ്പോഴത്തേക്ക് അതിൻ്റെ എന്താണ് ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ടച്ചസ് ഉണ്ടല്ലോ. രീഗരി ആ എന്ന് പറഞ്ഞാൽ പോയി. അത് ആ ഗമകവും ആ ശക്തിയും കിട്ടിയില്ല. മോള് തന്നെ പറഞ്ഞു കാര്യങ്ങളൊക്കെ. അപ്പം എന്നിട്ടും ശരത്ത് വിടുന്ന് പറയായിരുന്നു, ഓ പൊളിയാണെന്ന്. അതെന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ പൊളിയാണ് ശരത് ഞാൻ പൊളിയെന്നാ. പറഞ്ഞതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അണ്ണാ എങ്ങനെ പാടി? ഓ പൊളിയായിരുന്നു. ഞാൻ പറഞ്ഞേ ആ കുട്ടി പറയുന്നു, അതായത് പ്രാക്ടീസ് അത്രയും പാടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശരത്ത് പറഞ്ഞു പൊളിയായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് കാണിച്ചു, ദേ ശരത്ത് പൊളി. അത് കഴിഞ്ഞ ഉടനെ പാറു പറയുകയും ചെയ്തു. എന്തൊരു കോയിൻസിഡൻസ് ആയിരുന്നു. മഹാഭാഗ്യല്ലേ. ഇതാരാ എഴുതിയത് മോളെ? ഇത് രമേശൻ നായർ സർ. അണ്ണ വല്ലതും പറഞ്ഞായിരുന്നു? അല്ലല്ല, ഇല്ല. മനുവിന്റെ അടുത്ത് ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മോന്റെ അടുത്ത് ആ എപ്പോഴെങ്കിലും അച്ഛൻ എഴുതുമ്പോ എന്റെ കാര്യം കൂടെ ഒന്ന് പറയണേ. അപ്പൊ ഇത്രയും എഴുതുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഇപ്പം ശരത്കാല സന്ധ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പോവാം, കുഴപ്പമില്ല. ഇത് ശരത്ത് പൊളി മാല ചാർത്തി എന്ന് പറഞ്ഞു. ശരത്ത് മാല ചാർത്തിയത് പൊളി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഡോണ്ട് വറി, ഇല്ല അതുകൊണ്ട് വിഷമിക്കാൻ വേണ്ട. ഇല്ല. ഒന്നും വേണ്ട. അടുത്ത പാട്ട് കഴിഞ്ഞു, അടുത്ത പാട്ട് നോക്കുക കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ശരത് സർ. ഗൗരി സർ. അസാധ്യ പാട്ട്. പക്ഷെ ഗൗരിയുടെ കയ്യിൽ അങ്ങോട്ട് നിന്നില്ലെന്ന്. കുഴപ്പമില്ല. അത് മനുഷ്യരല്ല നമ്മൾ. എന്നാലും മനുഷ്യരാണെങ്കിലും നിങ്ങൾ ഈ സമയത്ത് ഒരു കോമ്പറ്റീഷന് വന്ന് ഇങ്ങനെ കയ്യിൽ നിന്ന് പോകരുത്. ഇന്ന പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനാണ് ഞാനല്ല ഞങ്ങൾ കേട്ടോ. നമ്മുടെ കാര്യം നിങ്ങൾ കുറച്ച് ഡൗൺ ആകുമ്പോൾ അപ്പുറത്തെ മഞ്ചരിയും ഇപ്പുറത്തെ അണ്ണനും നമ്മളെല്ലാം കൂടി ഇരുന്നിട്ടൊരു ആശയക്കുഴപ്പത്തിലാവും. എന്ത് പറ്റിയെന്ന്. അത് നിങ്ങളൊക്കെ ഇടിവെട്ടായിട്ട് പെർഫോം ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ അച്ഛനമ്മമാരെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്ന 3 പേരാണ് ഞങ്ങൾ. കാരണം നമ്മുടെ ഷോയുടെ നട്ടെല്ല് നടന്നാൽ നിങ്ങളാണ്. അതുകൊണ്ടാണ് കേട്ടോ. ആ സ്വരമുണരാതെ, അതിനൊരു സുഖമുള്ള ഫ്രേസ് അല്ലേ അത്? അതെ. അതാ. അപ്പം അത് നന്നാക്കണ്ടേ.
പിന്നെ വരമംഗളം അരുളും അതാ ഞാൻ നോട്ട് ചെയ്ത് വരച്ചതിൻ്റെ എൻഡ്. അതൊക്കെ ശരിയാവാം കേട്ടോ. ഉയിരിന് പോലും അത് ഇതൊക്കെ ശരിയാവണം. പിന്നെ ജീവനിൽ മധു മധു മധു. ആ ഓക്കെ സർ. അപ്പൊ തകർക്കണം. ഇനി ഇത് ഒരു ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഒന്നും പോവരുത്. ഒക്കെ ആയിരിക്കണടാ കേട്ടോ. ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി ഗൗരി മാം. ഗൗരിയുടെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ അച്ഛമ്മയുടെ പേര് ഗൗരി എന്നാണ്. താങ്ക് യു മാം. എനിക്ക് എൻ്റെ ഒരു ഫേവററ്റ് പേരാണ് ഗൗരി. അതുകൊണ്ട് ഗൗരി മാം സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു മാം. ഈ ഡ്രസ്സും ഇതുപോലെ ആരെങ്കിലും ആന്റി തന്ന ഡ്രസ്സിൽ വൺ ഓഫ് ദി ഡ്രസ്സസ് ആണിത്. ഓക്കെ. ആന്റി എന്ന് പറയാ, പേരും കൂടെ പറയേ. ലൈസ. ലൈസ. ഓക്കെ ഓക്കെ. എന്തായാലും നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. ഇതൊക്കെ മാച്ചിങ് അല്ലേ? കമ്മൽസ് എല്ലാം മാച്ചിങ്. എല്ലാം മാച്ചിങ് ആണ്. അടിപൊളി. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പച്ച നെയിൽസ് ഭയങ്കരമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇപ്രാവശ്യം ഉണ്ടോ? ചേച്ചിക്ക് ഓർമ്മ. ഇപ്രാവശ്യം പച്ചയല്ല, വയലറ്റാ. വയലറ്റാ? മൊത്തത്തില് വയലറ്റ് ആണ്. ഓഹോ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് മോളെ. പാട്ട് സെലക്ഷൻ, പിന്നെ മോള് പാടിയതും നന്നായി പാടി. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമുക്ക് ചില പാട്ടുകൾക്ക് അതിൻ്റെ ഒരു ഫീൽ, അതിൻ്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത് കുറച്ച്, സ്പെഷ്യലി ജാനകിയമ്മ ആൻഡ് ദാസേട്ടൻ രണ്ടുപേരും കൂടി പാടിയ പാട്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഡ്യുവറ്റിൻ്റെ ആ ഒരു ഭംഗിയാണ് ശരിക്കും അതങ്ങനെ വേണം ശരിക്കും. അത്തരത്തിലുള്ള പാട്ടുകൾ ഡ്യുവറ്റായിരിക്കുന്നതാണ് അതിനൊരു ഭംഗി. കാരണം അതൊരു മെയിൽ സ്വരം പാടിയിട്ട് പിന്നെ ഫീമെയിൽ അത് റിപ്പീറ്റ് അത് ചെയ്യുകയാണ്. അപ്പം മോൾ അത് രണ്ടും ചെയ്യുമ്പോൾ അത് ചില പാട്ടുകൾക്ക് ആ ഒരു ഡ്യുവറ്റായിരിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. ഇതിലെ എല്ലാ പോയിന്റ്സും സാറ് പറഞ്ഞു കഴിഞ്ഞു. അപ്പം എനിക്ക് ആ സ്വരങ്ങൾ പാടി, അതുകൊണ്ടാണ് സരി സരി മരി സ ദാ ദാ. അപ്പം എന്താണോ സ്വരം പാടുന്നത് അത് തന്നെയാണ് ആലാപനത്തിൽ വരേണ്ടത്. പക്ഷെ അതൊക്കെ സ്ലിപ്പായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഒരു കൃത്യത വന്നില്ല പാടിയതിനകത്ത്. അപ്പം അതൊന്നും മോള് ശ്രദ്ധിക്കണം. എനിക്ക് ശ്വാസവും കുറച്ച് പ്രോബ്ലം ആയിട്ട് തോന്നി. ഇതിൻ്റെ ഇടയിൽ ചില വരികൾ പാടും മോള് കുറേ മുറിച്ച് പാടുന്നുണ്ട്. ഇത് ഒറ്റ ശ്വാസത്തിൽ പാടാൻ ശ്രമിക്കണം ചില ലൈൻസ്. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. കാരണം എന്തൊരു മനോഹരമായ പാട്ടാണ് അത്. ഗൗരിക്ക് പറ്റും. യു ക്യാൻ. ഇന്നെന്തോ നമ്മുടെ ദിവസമായിരുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്കതങ്ങ് മറക്കാം. പക്ഷേ മോൾ ഇനിയും പ്രാക്ടീസ് ചെയ്യും. ഈ പാട്ട് തന്നെ മോൾ ഇനിയും യു ഷുഡ് ട്രൈ ടു സിംഗ് നന്നായിട്ട്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. എം ജി സർ. ഗൗരി സർ. ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്നതല്ല. കുഴപ്പമില്ല സർ. മാക്സിമം ഐ ക്യാൻ ഗിവ് യു 8. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ശരത് സർ. എന്തോ മഞ്ചരിയുടെ അമ്മൂമ്മയ്ക്ക് എന്നാ ഗൗരി പെണ്ണേ. മാം. ഗൗരിക്ക് ഈ പെർഫോമൻസിന് 8 മാർക്ക്. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 16. താങ്ക് യു. ഓക്കേടാ, ഓൾ ദ ബെസ്റ്റ്. അടുത്തതായി വീണ്ടും സോൾഫുൾ ക്ലാസിക് സൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പാടാൻ വരുന്നു ദേവിക. കൃഷ്ണചന്ദ്ര മധുരം ഗായതി മീരാ. ഓം ഹരിജപലയമേ മീരാ. എൻ പാർവണ വിധുമോഖേ മീരാ. പ്രണയാഞ്ജലി പ്രണവാഞ്ജലി. ഹൃദയാങ്കുലീതലമൊഴിഞ്ഞു മധുരമൊരു മന്ത്രസംഖ്യയായി. മധുരം ഗായതി മീരാ മീരാ. മധുരം ഗായതി മീരാ.
ഒരു പൗർണമി മുകിലലനുറിയുടെ നിറവർണ്ണനെ വരവേൽക്കുവാൻ തിരിയായിതാ എരിയുന്നു ദൂരെ 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 ഒരു കടലായി. മധുരം ഗായതി മീരാ മീരാ മധുരം ഗായതി മീരാ. അതിശയഭൃംഗം അമൃതപദംഗം അധരസുധാരസശൃംഗം ഭാവുകമേകും ഭൈരവിരാഗം കദനകുതൂഹലഭാവം. കുയിൽമൊഴികളിൽ ഇവളുടെ പ്രാർത്ഥന അലകടലിവളുടെ മിഴിനീർക്കണം ഇളമഞ്ഞിലെ കളഹംസമായി പിടയുന്നു ദൂരെ 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 ഇരുചിറകായി. മധുരം ഗായതി മീരാ മീരാ മധുരം ഗായതി മീരാ. ഓം ഹരിജപലയമേ മീരാ ഇൻ പാർവണ വിധുമുഖേ മീരാ. പ്രണയാഞ്ജലി പ്രണവാഞ്ജലി ഹൃദയാങ്കുലീതലമൊഴിഞ്ഞു മധുരമൊരു മന്ത്രസംഖ്യയായി. ശാബാഷ്. വെരി നൈസ്. ദേവിക ചേച്ചി സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. അതോടൊപ്പം ദാ ഇവിടെ ഒരാള് എന്ത് രസായിട്ടാ ഡാൻസ് കളിച്ചേ. ആരായി ഈ ചെറിയ കുട്ടി? അതെ, നൈസ് 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 വെരി ഗുഡ്. വെരി കൊച്ചു നൈസ്. കുട്ടി ആരാ? വേദിക. വേദിക. വേദിക എന്ത് ചെയ്യുന്നു? ഞാൻ 7th പഠിക്കുന്നത്. ടെൻത്തിലാണോ? ആരെയാണോ? 7 പഠിക്കുകയാണ്. ഭവൻ സെരൂര്. എന്റെ ഡാൻസ് ടീച്ചർ സൗമ്യ ബാലഗോപാൽ. എവിടെയാ ഡാൻസ് പഠിക്കുന്നത്? തൃപ്പൂണിത്തുറ തന്നെ. ആണോ? ഓക്കെ, സൂപ്പർ ആയിരുന്നു കേട്ടോ. ഭയങ്കര Thank you. ഗ്രേസ്ഫുൾ ആയിരുന്നു, ഭയങ്കര ഭംഗിയായിട്ട് കളിച്ചേ. എത്ര വർഷമായിട്ട് പഠിക്കുന്നു? 7 അപ്പൊ ജനിച്ച ഒരു ജനിച്ച സമയം മുതലേ കളിക്കണം. UKG പഠിക്കുമ്പോ. ഓ 7ാം ക്ലാസ്സിലാണ്. ഞാൻ 7 വയസ്സാണ്. 7 വയസ്സോ സാർ? എന്തോ സാർ. അണ്ണന്റെ മോളെ സുന്ദരിയാണ് കേട്ടോ. വണ്ടർഫുൾ. താങ്ക് യു സോ മച്ച്. ഓക്കേടാ ദേവിക, ചേച്ചി നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായി. ഓക്കെ ശരത് സർ. ദേവിക, സർ. ആദ്യം ഇതിന്റെ കാര്യകാരണങ്ങൾ പറയൂ. മ്യൂസിക് ചെയ്തത് എം ജയചന്ദ്രൻ സർ. ഓക്കെ. മൂവി ബനാറസ്. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ. ആഹാ. പാടിയത് ശ്രേയാ ഘോഷൽ മാമും സുദീപ് കുമാർ സർ. കുട്ടന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് എം ജയചന്ദ്രൻ. അത് പറയാതിരിക്കാൻ വയ്യ. കുട്ടാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കഴിഞ്ഞു. ഉഗ്രായിട്ട് പാടി. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്തോ. ഈ ആദ്യത്തെ ആർലി പോർഷനിൽ നമ്മുടെ കൃഷ്ണേന്ദ്രൻ അണ്ണാച്ചിയെ വിളിച്ചുകൊണ്ട് തുടങ്ങുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഒന്ന് പാടാമോ? മേരെ മന്മേ, അതൊന്ന് പാടാമോ? ആ ഓക്കെ, ഗുഡ് 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 ഗുഡ്. പിന്നെ വിധുമുഖി. പാർവണ വിധുമുഖി മീരാ. അത് കുറച്ചുകൂടെ ക്ലാരിറ്റി വരണം കേട്ടാ. പിന്നെ പിന്നെ മധുരം ഗായതി, അതൊന്ന് പാടാമോ? മധുരം ഗായതി മീരാ. എണ്ട് ഗായതി എന്താ? തീയോ? ശരി. അത് കഴിഞ്ഞ് ആ മീര എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് വരുന്ന മീര? മധുരം ഗായതി മീര. അതെന്താ നോട്ടൊരു ഒരു കാരണമില്ലാത്തൊരു അവിടെ അല്ലേ നിൽക്കേണ്ടത്. അപ്പൊ അത് കൃത്യമായിട്ട് പാടിക്കേ. മധുരം ഗായതി ഗായതി മീര.
അന്ന് പറഞ്ഞ് കേൾക്കുക, ഒരു ആവശ്യമില്ലാത്ത നോട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഭാവുകമേകും, ആ പിന്നെ അടുത്ത ഗായതിയും പിന്നെ അതിൻ്റെ അടുത്ത ഗായതിയും ഒക്കെ ക്ലാരിറ്റി വേണം. പാടണ്ട കേട്ടോ, അത് നമ്മൾ കുറേ പാടി അതൊക്കെ ഒരു തെളിച്ചം വരട്ടെ. ഒരു കൃത്യത ഉണ്ടാകുമ്പോൾ അതിനൊരു ബ്യൂട്ടി വല്ലാണ്ട് വർദ്ധിക്കും കേട്ടോ. കൈവിട്ട് പോകുന്നൊക്കെ പെട്ടത് മനുഷ്യരല്ലേ പറ്റും. പക്ഷെ എന്നാൽ ഇതൊക്കെ കുറേയും കൂടെ ശ്രദ്ധിക്കണം. ഈ ഒരു സ്കെയിൽ എന്താണ്, അപ്പോൾ ഏത് നോട്ടിൽ കൂടെ ഒക്കെ പോകണം, കുട്ടൻ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്, അതിൻ്റെ കമ്പോസറുടെ മനസ്സിലുള്ളതായിരിക്കുമല്ലോ ശ്രേയ പാടിയേക്കുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോളുക. കാര്യം എന്തൊക്കെയായാലും നമ്മുടെ പ്രിയപ്പെട്ട സുദീപും ശ്രേയയും ചേർന്ന് പാടിയ ഒരു ഉഗ്രം പാട്ട് കുട്ടൻ്റെ, നമ്മുടെ ഗിരീഷ് അണ്ണാച്ചിയും ഉഗ്രം പാട്ട്. നമ്മൾ നന്നായിട്ട് തന്നെ പാടി. പക്ഷെ ഇതിനൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി, തെളിച്ചം വേണം. നന്ദി, വണക്കം. ചേച്ചി ദേവിക എന്ത് മനോഹരമായൊരു പാട്ടാ കൊണ്ടുവന്നത്. ശരിക്കും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഡാൻസും പിന്നെ പറയാതിരിക്കാം അയ്യോ, നമ്മുടെ ജതി പറഞ്ഞ യഷിനെ പറ്റി. യഷ് മനോഹരമായിരുന്നു, വെരി ഗുഡ്. പിന്നെ പോളെ പാട്ട് ഈ പറഞ്ഞ മാതിരി എനിക്ക് തോന്നിയത് ഒരു വെപ്രാളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സംഗതികൾക്ക് കുറച്ചൊരു സ്പീഡ് കൂടുന്നത് പോലെയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അതൊന്ന് മനസ്സൊന്ന് റിലാക്സ് ചെയ്ത് വെക്കണം. പിന്നെ എൻ്റെ സുന്ദരി കുട്ടി നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇന്ന് ഒരു നല്ല ചുരിദാറല്ലേ അത്, അനാർക്കലി, നല്ലൊരു അനാർക്കലിയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നു. നന്നായി പാടി മോളെ. എന്തായാലും ഇനിയും നന്നാവട്ടെ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. ഞാനും ഇതൊക്കെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് രണ്ടാമത് ഞാൻ എടുത്ത് പറയുന്നില്ല. എനിക്ക് കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ തോന്നി അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതൊന്ന് കൃത്യമായി കറക്റ്റ് ചെയ്യണം. മോൾ ഒന്നും കൂടി ഒന്ന് ഇത് ഇരുത്തി പഠിക്കണം. ഇത് ആ സംഗതികൾക്ക് ഒരു സ്പീഡ്, ഒരു അളവുണ്ട്, ഒരു ക്ലാരിറ്റി വരണം കേട്ടോ മോളെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. MG സർ. ദേവിക സർ, തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ബ്യൂട്ടിഫുൾ വോയിസ്, നല്ല ക്ലാരിറ്റി ഉള്ള വോയിസ്, അതിൽ അതിമനോഹരമായിട്ട് പാടി തുടങ്ങി. നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ മധുരം ഗായതി മീര മീര, ഇത് കുറേ സംഗതി ആ ഒരൊറ്റ ലൈനിൽ തന്നെ ഒരു 5-6 പ്രാവശ്യം 5-6 വെറൈറ്റി ഓഫ് സംഗതിയുണ്ട്. ആ സംഗതികൾക്കെല്ലാം വി നീഡ് ക്ലാരിറ്റി. നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ദേവിക അന്തം വിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പാടിയിട്ടുമുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ ഇടത്ത് കൊണ്ടുപോയി എത്തിയില്ല. ആ പെർഫെക്റ്റ് സംഗതികളിലോട്ട് വരുമല്ലോ. ഇതിനിടയിൽ ഒരു വലിയ ടഫസ്റ്റ് സംഗതി ഉണ്ടല്ലോ, അതേതായിരുന്നു? അതെനിക്ക് തോന്നുന്നു തുണ്ട് പല്ലവിൽ വരുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അതെ, അതൊന്ന് നിർത്തി പാടിക്ക്, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത്. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്യൂ. ആ ലാസ്റ്റ് പോർഷൻ പതുക്കെ റിലാക്സ് ചെയ്ത് പാട്, വലിച്ചു പാട്. അതിങ്ങനെ പാടി സ്ലോ ആയിട്ട് പാടിയിട്ട് ഇങ്ങനെ സ്പീഡിൽ പാടി പഠിക്കുമ്പോഴാണ് ഒന്നുകൂടെ കൃത്യമാകുന്നത്. ഇത് ഈ കേട്ട് അതുപോലെ തന്നെ വീണ്ടും അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, KKPP ആയി പോകും. പിന്നെ ഈ പറഞ്ഞ പോലെയൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് ഇതാണ്, ഈ മധുരം. അതിനകത്ത് ഉള്ളൊരു ക്ലാരിറ്റി ഒരു 4-5 പ്രാവശ്യമുണ്ട്. ആ 5 പ്രാവശ്യവും അവിടെയൊക്കെ ശകലമൊക്കെ പോയി. സാരമില്ല, ഓക്കെ. എന്തായാലും ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് കേൾക്കണം, ദേവിക കേൾക്കണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തു, എന്താണ് പാടിയത്, എന്താണ് ശരത്തും മഞ്ജരിയും ഞാനും പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്. ചില കുട്ടികളുണ്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും, എന്താണ് പറയുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കും. ആ പാട്ട് എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇപ്പം ഈ പാട്ട് ഇവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ, ഇനി വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പാടേണ്ടി വരില്ലേ. അപ്പോൾ ഇത് കേട്ടിട്ട് പഠിച്ച് പിന്നെ വീണ്ടും ഒന്നുകൂടെ ക്ലാരിറ്റിയോട് കൂടി പാടും. ചെയ്യണം കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി. ദേവിക ഈ പെർഫോമൻസിന് 8.6. താങ്ക് യു ചേച്ചി. ശരത് സർ. യെസ്. ഓക്കെ. നീ ക്ലാരിറ്റിയോടെ പാടുമോ? പാടും. ഇല്ലെന്നെ ജീവിതത്തിലെ വെളിയിലെറിയും. പാടും സർ. ഓക്കെ, താങ്ക് യു സർ. MG സർ. സെയിം 8.6.
താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 17.2. താങ്ക് യു. ഓക്കേടാ. അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ 2 പെർഫോമൻസും സോൾഫുൾ ക്ലാസിക്സ് റൗണ്ട് ആയിരുന്നു. അതെ. രാജാ സാറിനെ നമ്മൾ മിസ് ചെയ്യുന്നു. പിന്നെ Yes, തീർച്ചയായിട്ടും of course. ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. അല്ലേ? പിന്നെ നമുക്ക് റൊമാൻറ്റിക് മാസ്റ്റർ റൗണ്ടിലേക്ക് പോണ്ടേ? Of course. രാസാവില്ലാതെ എന്ത് സൂപ്പർ സ്റ്റാർ. അതാ. ഓക്കെ, സോ റൊമാൻറ്റിക് മാസ്റ്റർ റൗണ്ടിൽ പാടാൻ വരുന്നു അജൽ. പച്ചമലപ്പൂവ് നീ ഉച്ചിമലത്തേന് കുത്തങ്കുരയേത് നീ നന്ദവനത്തേര് പച്ചമലപ്പൂവ് നീ ഉച്ചിമലത്തേന് കുത്തങ്കുരയേത് നീ നന്ദവനത്തേര് അഴക് പൊന്നുമണി സിരിച്ച വെള്ളിമണി കിളിയെ കണ്ണുറങ്ക് ദൂരെ ദൂരെ പച്ചമലപ്പൂവ് നീ ഉച്ചിമലത്തേന് കുത്തങ്കുരയേത് നീ നന്ദവനത്തേര് കാത്തോടു മലരാട് കാർക്കുഴലാട് കാതോരം ലോലാക്ക് സംഗതി പാട് കാത്തോടു മലരാട് കാർക്കുഴലാട് കാതോരം ലോലാക്ക് സംഗതി പാട് മഞ്ചളോ ദേഗോ കൊഞ്ചവരും മേഘോ അഞ്ചുകം തൂങ്ക കൊണ്ടുവരും രാഗോ നിലവേ വാ നിലവേ ഞാൻ പിടിച്ച് വാറ് കുയിലെ പൂങ്കുയിലെ പാട്ടെടുത്ത് താറ് പച്ചമലപ്പൂവ് നീ ഉച്ചിമലത്തേന് കുത്തങ്കുരയേത് നീ നന്ദവനത്തേര് അഴക് പൊന്നുമണി സിരിച്ച വെള്ളിമണി കിളിയെ കണ്ണുറങ്ക് ദൂരെ ദൂരെ പച്ചമലപ്പൂവ് നീ ഉച്ചിമലത്തേന് കുത്തങ്കുരയേത് നീ നന്ദവനത്തേര് പൂനാത്ത മുഖം പാത്ത് വെണ്ണില നാണ് താളാമൽ തടം പാത്ത് വந்த വഴി പോക പൂനാത്ത മുഖം പാത്ത് വെണ്ണില നാണ് താളാമൽ തടം പാത്ത് വந்த വഴി പോക സിത്തിരത്ത് സോല മുത്തുമണി മാല മൊത്തത്തിൽ താരൻ ദുഃഖമെന്ന മാനെ വണ്ണമാവാനവില്ലിൽ നൂലെടുത്ത് വാറ് വെണ്ണിലെ മീൻ പൊടിച്ച് സേല തച്ച് താറ് പച്ചമലപ്പൂവ് നീ ഉച്ചിമലത്തേന് കുത്തങ്കുരയേത് നീ നന്ദവനത്തേര് അഴക് പൊന്നുമണി സിരിച്ച വെള്ളിമണി കിളിയെ കണ്ണുറങ്ക് ദൂരെ ദൂരെ പച്ചമലപ്പൂവ് നീ ഉച്ചിമലത്തേന് കുത്തങ്കുരയേത്
നീ നന്ദവനത്തേര്. നന്നായി വെരി ഗുഡ്. നൈസ്. അജൽ ഹലോ, പൊളിച്ചടാ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ എല്ലാരും എൻജോയ് ചെയ്തല്ലേ? യെസ്. ഇനി അവർക്ക് ഇഷ്ടമായൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, MG സർ. അജലോസ്കി സാർ. നല്ല പേരല്ലേ? അജലോസ്കി. അജലോസ്കി നന്നായിട്ട് പാടി മോനെ. താങ്ക് യു സാർ. രസമായിട്ട് പാടി. താങ്ക് യു സാർ. ഇത് ഡീറ്റെയിൽസ് അറിയാമല്ലോ? അറിയാം സാർ. പറഞ്ഞോളൂ. ഇത് കിഴക്ക് വാസൽ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. ഇതിൻ്റെ ലിറിക്സ് എഴുതിയേക്കുന്നത് RV ഉദയകുമാർ സാറാണ്. പിന്നെ ഇതിന് മ്യൂസിക് എഴുതുന്നത് ഇളയരാജ സാറ്, പാടിയേക്കുന്നത് SP ബാലസുബ്രഹ്മണ്യം സാർ. തുടക്കം തന്നെ അങ്ങ് എടുക്കുകയല്ലേ അല്ലേ? ഈ പാട്ടിന്റെ തുടക്കം തന്നെ നമ്മളങ്ങ് എടുക്കുകയാണ്. അതായത് പച്ചമല പൂവ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളങ്ങ് ഓണായി. അതെ. ഇവിടെ ഡാൻസ് ഒക്കെ ചെയ്ത് പിള്ളേരൊക്കെ അങ്ങ് ആഘോഷിക്കുകയായിരുന്നു. നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഒരു അഭിപ്രായം പറയാണ്, അജലോസ്കിക്ക് വിരോധമൊന്നും വരത്തില്ലല്ലോ? ഇല്ല സാർ, ഒന്നുമില്ല. നമ്മൾ ഈ കാതോട് മലരാട എന്ന് പറഞ്ഞ ആ പോർഷൻസ് ഒക്കെ ശ്രുതി ഒന്ന് ചേരണം, എങ്കിലാണ് അതിന്റെ കുറച്ചുകൂടെ ഒരു സുഖം വരുന്നത്. ഒന്ന് പാടിക്കുന്നത്. കാത്തോട് മലരാട് കാർക്കുഴലാട് കാർക്കുഴലാട് കാതോരം ലോലാക്ക് സംഗതി പാട്. എന്ത് രസമുണ്ട് അല്ലേ? ഇനി അടുത്തും കൂടെ കേൾക്കട്ടെ. മഞ്ചളോ ദേഗോ കൊഞ്ചവരുമേഗോ അഞ്ചുകം തൂങ്ക കൊണ്ടുവരും രാഗോ നിലവേ വാ നിലവേ നിലവേ വാ നിലവേ ഞാൻ തുടിച്ച് വാരൻ കുയിലേ പൂങ്കുയിലേ പാട്ടെടുത്ത് താരൻ. ലവ് യു. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ കംപ്ലീറ്റ് ആയിട്ടുള്ള സംഭവം വരുന്നത്. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ അജലോസ്കിക്ക് എല്ലാ ഭാവങ്ങളും താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി. അജൽ. മാം. അജൽ എന്തൊരു സൂപ്പർ സെലക്ഷൻ ഡാ. അതിന് വലിയൊരു കയ്യടി. ഫാന്റാസ്റ്റിക് സോങ് സെലക്ഷൻ. പിന്നെ അജൽ സൂപ്പറായിട്ട് പാടി. സൂപ്പറായിട്ട്. താങ്ക് യു മാം. എനിക്ക് ഇപ്പോഴും ഒരു അഭിപ്രായം ഉള്ളത്, ഒന്ന് എന്താണ് ഗെയിൻ വരുത്തിട്ട് പ്രസൻസ് ഉണ്ട്. അത് ഉണ്ടല്ലോ ഉള്ളിൽ അല്ലേ? അത് ട്രൈ ചെയ്യുന്നുണ്ട് മാം. കാരണം ഈ സ്വകാര്യം പറയുന്ന പോലെയാണ് മൊത്തത്തിൽ. ഇപ്പൊ തന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ മോൻ ആ ശ്രുതി ചേർക്കാൻ വേണ്ടിയിട്ട് മോന്റെ വോയിസിന്റെ ഒരു സ്ട്രെങ്ത് കുറയ്ക്കുകയാണ്. ഇങ്ങനെയാണ് ചേർക്കുന്നത്. കാറ്റാണ് കൂടുതൽ ചേർത്തോണ്ടിരിക്കുന്നത്. മോൻ ആ വോയിസിന്റെ ആ സ്ട്രെയിൻ കൂടിക്കൊണ്ടിരിക്കും. ഈ കാറ്റ് ഇട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ സ്ട്രെയിൻ കൂടിക്കൊണ്ടിരിക്കും. അത് മോനൊന്ന് അത് മാറ്റി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കാരണം അല്ലെങ്കിൽ മോൻ്റെ വോയിസിൻ്റെ ഗെയിൻ മനസ്സിലാവില്ല, പ്രസൻസ് മനസ്സിലാവില്ല. സൂപ്പർ സിംഗറാണ്. എന്ത് ഭംഗിയായിട്ടാണ് പാടിയത്. ഇപ്പം സാർ കറക്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇത് മനോഹരമായിട്ടാണ് പാടുന്നത് എല്ലാം. താങ്ക് യു മാം. അതില്ലേ, അത് വരണം. മനോഹരമായിട്ട് പാടിയത് ഞങ്ങളെല്ലാം എൻജോയ് ചെയ്ത് ഇവിടെ. എൻ്റെ ദൈവമേ, ഈ കുട്ടി തേജസ് എന്തൊരു ഡാൻസ് ആയിരുന്നു ഇവിടെ. തേജസ്, അർജുന് വേറെ സ്റ്റെപ്സ്. അർജുൻ തിരുവാതിര കളിയായിരുന്നു കളിച്ചോണ്ടിരുന്നത്. ഇവിടെ മൊത്തത്തിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. അജലിന്റെ ആ ഒരു അജലും വളരെ കൂളായിരുന്നു. പാടുമ്പം ഒരു ടെൻഷനും ഇല്ല, നല്ല മനോഹരമായിട്ട് പാടി. ഈ പാട്ടിന്റെ കാര്യം, ഈ പാട്ട് വന്നപ്പോൾ നമ്മുടെ ഓർക്കസ്ട്ര സൂപ്പറായിരുന്നു, പൊളിച്ചടുക്കി. ഇതിലൊരു കാര്യം, അച്ചുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ പാടാൻ പോയ സമയത്ത് നമ്മുടെ ഗിരീഷ് ഏട്ടൻ പാട്ടുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ എഴുതി കഴിഞ്ഞ ഉടനെ ഈ ഒരു പാട്ട് എഴുതി. അപ്പോൾ ആ പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ പറഞ്ഞു പുള്ളി ഈ പാട്ടിങ്ങനെ മൂളിക്കൊണ്ട് പോവാ. അത് പറഞ്ഞു പച്ചമനു തേര്, അതില്ലേ, അതെന്തൊരു നല്ല പാട്ടാ. അതുപോലത്തെ ഒരു ഐഡിയയാണ്. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്ന് കൂടെ പോരൂ പൂവേ. മഞ്ജരി, സർ, ഈ താളത്തിൽ അതൊന്ന് പാടി നോക്കി. തീർച്ചയായിട്ടും. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്ന് കൂടെ പോരൂ പൂവേ. മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിലേ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിലേ. പിന്നെയും നീ എന്നെ നെഞ്ചിൽ ചായും ചില്ലിൻ വാതിലിൽ എന്തേ മുട്ടില്ല. പച്ചമല പൂവ് നീ ഉച്ചി മലത്തേന്, കുത്തംകുറയേത് നീ നന്ദവനത്തേര്. മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈന
താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിനേ. അഴക് പൊന്നുമണി സിരിച്ച വെള്ളിമണി കിളിയെ കണ്ണുറങ്ക് ദൂരെ ദൂരെ. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ അജലേ. എന്ത് പറയാനാ? നിന്നു പിണങ്ങാതെ നീ അസലായി പാടി അജലേ. കവി മഞ്ചരി. അതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ. ഇന്ന് പിണങ്ങാതെ നീ അസലായി പാടി അജലേ. ഒരു പരസ്പര ബന്ധമില്ലാത്ത രണ്ടുപേരുകളെ കൂട്ടി അണയ്ക്കാനുള്ള ഒരു ശ്രമം. പക്ഷേ വിജയിച്ചു മഞ്ചരി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജ്ഞാനപീഠം കിട്ടും കേട്ടോ. ഈസി ആയിട്ട്. അതാണ് ഞാൻ അന്ന് ഗിരീഷ് ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്. ഈ ഒരു മീറ്ററിലാണ് ആ പാട്ട് എഴുതിയത്. ഇപ്പൊ മനോഹരമായ ശരിക്കും ആ ഓർമ്മകളിലേക്ക് ഞാൻ പോയി. പിന്നെ ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. രണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ സാമ്യത ഉണ്ടെന്നൊന്നും പറയില്ല. പക്ഷെ എന്നാലും അദ്ദേഹം പറഞ്ഞത് ഞാൻ അങ്ങ് ഓർത്തു. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ മോനെ. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഇളയരാജ മാജിക്. ശരത് സർ. അജലേ സാർ, ഈ ഗ്രൂവിൽ എത്രയോ പാട്ടുണ്ടെന്നറിയാം സാറിന്റെ. എത്രയോ പാട്ടുകൾ. പക്ഷെ പരസ്പര ബന്ധമില്ല. ഗ്രൂവ് മാത്രമേ ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. അതൊരു പിന്നെ നിന്റെ ഫ്രണ്ട്സിന്റെ ഡാൻസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം പറയാം. ഇല്ലല്ല അവര് ഞാൻ അങ്ങനല്ല. അത് ഇതിനെ കിടന്ന് അങ്ങനെ തുള്ളിച്ചാണ്ട ഒരു പാട്ടല്ലല്ലോ. കുറച്ച് ഒരു ഹൈലി ഒരു ടൈപ്പ് ടൈപ്പ് ഓഫ് ഡാൻസ്. ഇവിടുന്ന് ഇങ്ങനെ പറിക്കുന്നു, ഇത് ഇവിടുന്ന് പറിക്കുന്നു, അങ്ങനെ അത് തന്നെ പറിച്ചോട്ടെ, കുഴപ്പമില്ല. അല്ല, ഇവന്റെ കയ്യിൽ നിന്ന് പാട്ട് വിട്ടു പോകുന്നുള്ള ഒരു പേടി കൊണ്ട് അവര് ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഫുൾ ഡാൻസ്. അങ്ങനെ നിന്നെ സഹായിച്ചതാ അവര്. അതിലെ നീ നന്നായിട്ട് പാടിയതാ. താങ്ക് യു സാർ. എപ്പോഴും ഉള്ള പോലെ അല്ല. ആ രണ്ടാമത്തെ ലൈനൊക്കെ ഒന്ന് ചിരിച്ചു പാടാമോ? അഴക് പൊന്നുമണി. അത് അഴക് അഴക് അല്ലടാ, അത് കള്ളുകൂടിയന്മാരെ പോലെ. അഴക് പൊന്നുമണി സിരിച്ച വെള്ളിമണി കിളിയെ കണ്ണുറങ്ക് ദൂരെ ദൂരെ. മതി. ശരി. അതുപോലെ ഈ കാറ്റോട് മലരാട മലരാ, അതേ ഉള്ളൂ. മലരാ, അത് ഒത്തോട്ട് എറിയണ്ട. ഒന്ന് പാടാമോ? കാത്തോട് മലരാട മലരാട. അത്രേ ഉള്ളൂ കേട്ടോ. കൂടുതൽ ഓസിലേഷൻ കൂട്ടരുത്. പിന്നെ മഞ്ചളോ മേഘം, അതൊന്ന് പാടാമോ? മഞ്ചളോ മഞ്ചളോ ദേഹോ അത് ദേഹോ അല്ലടാ, ദേഹം. മഞ്ചളോ ദേഹം, ദേഹമാണ് കേട്ടോ. മേഘം അത് നമ്മള് അത് പറയുമ്പോ അങ്ങനെ മഞ്ചളോ ദേഹം, അത് ദേഹം തോന്നണം. അല്ല ദേഹോ എന്നൊക്കെ പാടുന്നതാണോ നീ എന്ത് പാടുന്നത്? മഞ്ചളോ ദേഹം ദേഹോ ദേഹോ. ഒന്ന് ക്ലോസ് ചെയ്താ ദേഹോ കൊഞ്ചവരും മേഹോ. അത് മേഘോന്ന് മേഘോന്ന് കൊഞ്ചവരും മേഹോ മേഘം മേഘം കൊഞ്ചവരും മേഹോ. മേഘോന്ന് കേക്കരുത്, മേഘമാണത് കേട്ടോ. അത് മനസ്സിൽ വെച്ചിട്ട് പാട്. അതിന്റെ എൻഡ് അനുപല്ലയുടെയും ചരണത്തിന്റെ എൻഡ് ബ്യൂട്ടിഫുൾ ആണ്. നല്ല കിടക്കാച്ചായിരുന്നു. ഇതെന്തോന്നറിയ ഇങ്ങനൊക്കെ എഴുതി വെച്ചേക്കുന്നത്? അത് ഇവൻ പ്രിന്റ് ചെയ്ത അർജുനായിരുന്നു സാർ കൊണ്ടുവിട്ടുന്നല്ലേ. അല്ല, അവന് നിനക്ക് എങ്ങനെങ്കിലും ചീത്തപ്പേര് മേടിച്ചു നിന്നെ എലിമിനേറ്റ് ചെയ്ത് കളയണമെന്നുള്ള ഒരു ഒറ്റ ആഗ്രഹത്തോടെ ചെയ്യുന്ന ഇതൊക്കെ തലതിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് ഇവന് നോക്കിയപ്പോ വേറെ ഏതാണ്ട് വേറെ സ്ഥലത്ത് എഴുതി വെച്ചേക്കുന്നു. എന്താ അർജു സാർ? അവനെ 1.5 മണിക്കൂർ ആവി പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയി എടുത്തു കൊടുത്ത 1.5 മണിക്കൂറോ? 1.5 മണിക്കൂർ ആവി പിടിക്കാൻ. ലോകത്ത് ചൈനക്കാര് പോലും ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യല്ലേ? ഇല്ല സാർ. അങ്ങനെ ഈ ദേഹത്തോ പനിയായിരുന്നു സാർ. അപ്പൊ അതൊന്ന് ശരിയാക്കാൻ നോക്കിയതായിരുന്നു. 1.5 മണിക്കൂർ. എടാ, അപ്പൊ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുതൽ അത് ചെയ്യരുത് കേട്ടോ. നമ്മുടെ ആന്തര അവയവങ്ങൾക്ക് കേടാണത് കേട്ടോ. പിന്നെ ഈ ലിറിക്ക് എഴുതിയ ആളിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ആ സാർ എന്നെ ഡയറക്റ്റ് ചെയ്തേക്കുന്ന പടം കിഴക്കോസൽ. വെരി ഗുഡ്, താങ്ക് യു. നന്നായിട്ട് പാടിയാണ്. താങ്ക് യു സാർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. എം ജി സാർ. അജലോസ് അങ്ങനെ അങ്ങനെ ഓസാണോ? അല്ല സാർ. ആണോ? അല്ല, അഭിമാനിയാണ് ഭയങ്കര. അതുകൊണ്ട് 9.3. താങ്ക് യു സാർ. 9 ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്.
പൈസ ചെലവ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഞാൻ 0.3. താങ്ക് യു സാർ. എല്ലാരും വൻ ഈ ചെലവായിരിക്കും അടുത്ത കാലത്ത് തന്നെ അവനെ പിച്ചക്കാരനായിട്ട് കാണാം. അതുകൊണ്ട് മാർക്കെങ്കിലും ഇരുന്നോട്ടെ. ശരത് സാർ. ചക്കരെ ലവ് യുടാ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ചേച്ചി. അജൽ മാം വീണ്ടും 9.3. താങ്ക് യു താങ്ക് യു ചേച്ചി. സോ ടോട്ടൽ 18.6. താങ്ക് യു. സൂപ്പർടാ, സൂപ്പർ.